നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപക നിയമന ഇന്റർവ്യൂവിനെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിൽ കൂത്തമ്പലത്തിന് മുൻപിൽ വൻ സംഘർഷം. കനത്ത മഴയെ വകവയ്ക്കാതെ ഇരുവിഭാഗവും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ ക്യാമ്പസിൽ കടുത്ത സംഘർഷാവസ്ഥ ഉടലെടുത്തു. പ്രതിഷേധത്തിനിടെ പോലീസുമായുണ്ടായ ഉന്തും തള്ളിലും പെട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ നിലത്ത് വീഴുകയും ഇവർക്ക് നേരിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഒടുവിൽ 50ഓളം കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് കുണ്ടന്നൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. തെക്കേക്കര കുറുപ്പാൽപ്പടി കൊള്ളന്നൂർ അഭിലാഷിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരിയിലെ പ്രതിഭകളെ MLA ആദരിക്കുന്ന മുന്നോട്ട് 2026 പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളായും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ചെയർമാനായും സംഘാടക സമിതി രൂപീകരിച്ചു. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുരിങ്ങത്തേരി ലോറൻസിന്റെ ഭാര്യ 52 വയസ്സുള്ള ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.